ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ പ്രാർത്ഥന പറഞ്ഞു തരാം. എനിക്ക് വരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അതിൽ ഒരുപാട് പേര് എഴുതിയിടാറുള്ള ഒരു കമൻറ്റാണ് ജീവിത പങ്കാളിയുടെ, മക്കളുടെ, കൂടപ്പിറപ്പിൻ്റെയൊക്കെ മദ്യപാനം, മയക്കുമരുന്ന്, പലവിധ തെറ്റായ കൂട്ടുകെട്ടുകൾ, ഇതിലൊക്കെ പെട്ട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് ഒത്തിരി അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ കമൻ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥന ചോദിച്ചുകൊണ്ടുള്ള, അതുപോലെ മക്കളുടെ അമിതമായ ദേഷ്യമോർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കാതെ അവരെ മാറ്റി നിർത്തുന്ന അവസ്ഥയിലൂടെ കുറ്റപ്പെടുത്തിയൊക്കെ കടന്നു പോകുന്നവർ, ഇത്തരത്തിലൊക്കെ വേദനിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ടാണ് കേട്ടോ ഇന്ന് ഈ പ്രാർത്ഥന. ഇതൊത്തിരി ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിച്ച് ഒരാളിൽ മാറ്റം വന്നത് എനിക്ക് നന്നായിട്ടറിയാം. ആ സംഭവം ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാം. അതിനു മുമ്പ് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എഴുതിയെടുത്തോളൂ. പ്രാർത്ഥന ഇങ്ങനെയാണ്: സൃഷ്ടിക്കുന്ന ആത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ അവകാശവും അധികാരവുമുള്ള ആത്മാവേ. ഇനി ആർക്കു വേണ്ടിയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആ വ്യക്തിയെ സ്പർശിക്കണമേ എന്ന് ഇങ്ങനെ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം: സൃഷ്ടിക്കുന്ന ആത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ അവകാശവും അധികാരവുമുള്ള ആത്മാവേ, തോമസ് എന്ന മകനെ സ്പർശിക്കണമേ. കണ്ടോ, ഭയങ്കര പ്രാർത്ഥന നമ്മൾ പറയുമ്പോൾ തന്നെ, ഏറ്റു പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ശക്തിയല്ലേ, പവർഫുള്ളായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് കേട്ടോ. ഇങ്ങനെ ദിവസവും പ്രാർത്ഥിക്കുക. എത്ര തവണ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രയും തവണ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ആ വ്യക്തിയെ സമർപ്പിച്ച് പറ്റുന്ന അത്രയും തവണ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. ഉറപ്പായും ആ വ്യക്തിയിൽ ഒരു മാറ്റം വന്നിരിക്കും. ഞാൻ ഇത്രയും ഉറപ്പിച്ചു പറയണമെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു കൊച്ചു സംഭവമുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അവിടുത്തെ കുടുംബനാഥൻ മദ്യത്തിന് അഡിക്റ്റായിട്ടുള്ളൊരു വ്യക്തിയാണ്. നന്നായി മദ്യപിക്കും. മദ്യം തലയ്ക്ക് പിടിച്ചാൽ പിന്നെ എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പറയുന്നതെന്നോ യാതൊരു നിശ്ചയമില്ലാത്ത ഒരാൾ. അത്രയും പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പാവം സ്ത്രീയാണ് കേട്ടോ. എന്നേക്കാൾ ഒരു 2 വയസ്സ് മൂത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ സങ്കടം പറയും. ഈ സഹോദരി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ്. പ്രാർത്ഥിക്കും തോറും സങ്കടങ്ങളും പ്രയാസങ്ങളും ഏറി വരുന്നതല്ലാതെ ഒരു മാറ്റവുമില്ല. എങ്കിലും ആഴമായൊരു വിശ്വാസം ചേച്ചിയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്ത് പ്രതിസന്ധിയിലും ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു മകള്. എനിക്ക് പലപ്പോഴും ചേച്ചിയുടെ ജീവിതം ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രമേൽ അത് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ ആ ചേച്ചിക്ക് കണ്ണീര് മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷം അതിന് കിട്ടിയിട്ടില്ല. അതിൻ്റെ വീട്ടുകാരെല്ലാം അതിനോട് പറഞ്ഞു, നിൻ്റെ ഈ ഭർത്താവിനെ നീ ഉപേക്ഷിക്കാൻ നീങ്ങു പോരെ, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം. മാതാപിതാക്കളൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ ഈ ജീവിത പങ്കാളി. ഞാൻ മരണം വരെ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കത്തില്ല. ഇതെനിക്ക് ദൈവം തന്ന സഹനമാണ്, ഞാനിത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ ചേച്ചി ഇത് ഏറ്റെടുത്ത് ഇത് സഹിക്കുകയാണ്. പിന്നെ ഈ ചേച്ചിയുടെ സ്വഭാവം അങ്ങനെയൊന്നും ചേച്ചി കരയാറില്ല കേട്ടോ. കരയണം ഞാൻ അങ്ങനെ വളരെ ചുരുക്കമേ കണ്ടിട്ടുള്ളൂ. സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ, അത്രമേൽ വേദന വരുമ്പോൾ എന്നെ വിളിക്കും, കൊച്ചെ ഒന്ന് പ്രാർത്ഥിക്കാമോ ചേട്ടായിക്ക് വേണ്ടിയിട്ടെന്ന് ചോദിച്ചുകൊണ്ട്. അങ്ങനെ നാളുകളായിട്ട് ഈ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. പലപ്പോഴും ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഈ മകന് വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം കൂടുമ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി ഇവരാക്കും. 2-3 മാസമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം പുറത്തിറങ്ങും, പഴയതുപോലെ തന്നെ. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അങ്ങനെ ഞാനൊരിക്കൽ ആ ചേച്ചിയുടെ വീട്ടിൽ പോകാനിടയായി. വീട്ടിൽ ചെല്ലുമ്പോഴേ ചേച്ചി കിടക്കുന്ന മുറിയിൽ ഭിത്തിയിൽ ഒരു പേപ്പറിൽ ഈ പ്രാർത്ഥന ചേച്ചി എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ചേച്ചി ഇങ്ങനെ? അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ പ്രാർത്ഥന കാണുന്നത്. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഈ ചേച്ചിയുടെ ഒരു സുഹൃത്ത് ഈ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്താണ് ഈ പ്രാർത്ഥന. ചേട്ടായിയുടെ മദ്യപാനം മാറി അദ്ദേഹം നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി ഞാനിപ്പോൾ ഈ പ്രാർത്ഥനയാണ് കൊച്ചെ ചൊല്ലുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ പ്രാർത്ഥന എനിക്ക് കൂടി ഒന്ന് അയച്ചു തരാമോ എന്ന് ചോദിച്ചു. ഞാനും
ചേച്ചിയുടെ ചേട്ടന് വേണ്ടി ഇന്നു മുതൽ ഈ പ്രാർത്ഥന ചൊല്ലി ചേച്ചിയോടൊപ്പം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു. അന്ന് വൈകുന്നേരവും പതിവ് പോലെ അദ്ദേഹം വലിയ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാക്കി മദ്യപിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ചേച്ചിക്ക് വലിയ വിഷമമായി. അങ്ങനെ ചേച്ചി അന്നൊരു തീരുമാനം എടുക്കുവാണ്. ഇനി ഒരു 7 ദിവസത്തേക്ക് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ജോലികളൊക്കെ തീർത്ത് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനായിട്ട് ചേച്ചി തീരുമാനിക്കുകയാണ്. ബൈബിള് വായിക്കും, ജപമാല ചൊല്ലും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രാർത്ഥനയുണ്ടല്ലോ, അത് എത്ര തവണ ചൊല്ലാമോ അത്രയും തവണ വെച്ച് ചേച്ചി ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാനും എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ചേട്ടന് വേണ്ടി ഞാനും ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടാതെ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ നിയോഗം പറഞ്ഞ് പ്രത്യേകമായിട്ട് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയട്ടെ, ഈ ചേച്ചി ശക്തമായി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ചേട്ടൻ മദ്യപാനം നിർത്തി. അദ്ദേഹത്തിന് പിന്നെ മദ്യം കഴിക്കണമെന്നൊരു തോന്നൽ പോലും ഇല്ലാത്ത രീതിയിൽ ഈശോ അത് പൂർണ്ണമായി എടുത്തു മാറ്റി. നോക്കിക്കേ, അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയില്ല അല്ലേ, ഒരു ധ്യാന ഗുരുവിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഭാര്യ നെഞ്ചുപൊട്ടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സഹോദരിയുടെ നെഞ്ചുപൊട്ടിയുള്ള വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഈശോ ഇപ്പോഴാണ് ഉത്തരം നൽകിയത്. കണ്ടോ, എത്രയോ വർഷങ്ങളായി ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഏതാണ്ട് 1 മാസത്തോളം കഴിഞ്ഞു അദ്ദേഹം മദ്യപിച്ചിട്ട്. ഞാൻ ചേച്ചിക്ക് ഇന്ന് ഒത്തിരി സന്തോഷമാണ്, ഒത്തിരി സന്തോഷത്തിലാണ്. വളരെ സന്തോഷത്തോടും കൂടി അവരുടെ കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ച് ചോദിക്കും എല്ലാം ഓക്കെ അല്ലേ എന്ന്. അപ്പോൾ ചേച്ചി ഒരു കുഴപ്പമില്ല മോളെ, എല്ലാം ഓക്കെയാണ്, സന്തോഷത്തോടെ പോകുന്നു. നമുക്കത് കേട്ടാൽ മതിയല്ല, അത് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് ഞാൻ കേട്ടു. എനിക്ക് ഈ മനുഷ്യൻ്റെ മാറ്റം വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം എനിക്കറിയാം, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അത്രമേൽ ഈ ചേച്ചി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തെ ഓർത്ത്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ മദ്യപാനം നിർത്താനായിട്ട് ഇവർ പലതരത്തിലുള്ള ചികിത്സകൾ നടത്തി, അവരെ പറ്റുന്ന വിധത്തിലെല്ലാം നോക്കി ഒരുപാട് ധ്യാനങ്ങൾക്ക് കൊണ്ടുപോയി. ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം വീണ്ടും പഴയതുപോലെ അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാതെ, ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഈ ഒരു കുഞ്ഞു പ്രാർത്ഥനയിലൂടെ അദ്ദേഹത്തിന് വന്ന മാറ്റം കണ്ടോ. പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ അവകാശവും അധികാരവുമുള്ള പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിറങ്ങി വന്ന ആ വ്യക്തിയെ സ്പർശിച്ചത് കണ്ടോ. ഇത്തരം അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരൊക്കെ വിഷമിക്കേണ്ട. എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനകളും ഈശോ കാണുന്നുണ്ട്, ഈശോ അറിയുന്നുണ്ട്. ഈ സമയവും കടന്നു പോകും മക്കളെ. നല്ല നാളുകൾ വിദൂരമല്ല. ക്ഷമയോടെ ഈശോയുടെ സമയത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഫലം കിട്ടാതെ വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് പിന്മാറുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് പലപ്പോഴും ഒരു മാതൃകയായിരുന്നു കേട്ടോ ഈ ചേച്ചി. ഞാൻ തന്നെ പലപ്പോഴും ഈ ചേച്ചിയുടെ സഹനങ്ങൾ കണ്ട്, ഇതിൻ്റെ വിഷമം കണ്ട് ഞാൻ തന്നെ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഈശോയെ ഇത്രയേറെ പ്രാർത്ഥിക്കുന്ന ഈ ചേച്ചിക്ക് എന്താ നീ ഒരു സന്തോഷമുള്ള ജീവിതം കൊടുക്കാത്ത? പലപ്പോഴും ഞാൻ വിഷമത്തോടെ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയോ. പക്ഷേ ഇദ്ദേഹത്തിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. അതാണ്, ഒരു നിമിഷം മതി, ദൈവം ഒന്ന് തൊട്ടാൽ മതി, ദൈവത്തിൻ്റെ ഒരു സ്പർശനം മതി ഒരു മാനസാന്തരം ഉണ്ടാകാൻ. ഒരു നിമിഷം നമുക്ക് കരങ്ങളൊന്ന് കൂപ്പിയാലോ. ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഈ സമയം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ചില വ്യക്തികളുടെ മാനസാന്തരത്തിനായി നിരന്തരം അങ്ങയുടെ മുൻപിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഈ സമയം ഓർക്കുന്നു. പ്രത്യേകിച്ച് എന്നോട് ഈ ഒരു മേഖലയിലൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഈ സമയം ചേർത്ത് വയ്ക്കുകയാണ്. ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർ, മക്കളുടെ മാനസാന്തരത്തിനായിട്ട് കാത്തിരിക്കുന്ന മാതാപിതാക്കളോടൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യപ്പെടുന്ന മക്കൾ,
പ്രിയപ്പെട്ടവരുടെയും കൂടപ്പിറപ്പുകളുടെയും മാനസാന്തരത്തിനായിട്ട് വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നവർ, ഈശോയെ, വർഷങ്ങളായുള്ള അവരുടെ കാത്തിരിപ്പിൻ്റെ മേൽ തമ്പുരാനെ നീ ഇടപെടണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. കഠിന ഹൃദയരായ മക്കളുടെ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ ഈശോയെ ഈ നിമിഷങ്ങളിൽ തന്നെ നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മോനിക്ക പുണ്യവതിയെക്കുറിച്ച് നാം കേട്ടിട്ടില്ലേ? സഹനത്തിനും കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്കും അർത്ഥമുണ്ടെന്ന് കാണിച്ചു തന്ന വിശുദ്ധയാണ് വിശുദ്ധ മോനിക്ക. നിരന്തരം ദ്രോഹിച്ചിരുന്ന ഭർത്താവിൻ്റെയും അമ്മായിയമ്മയുടെയും കൂടെയുള്ള ജീവിതം, മകൻ്റെ ദുർനടത്തം വഴിയുള്ള സഹനം, ഇതെല്ലാം ഏറെ സ്നേഹത്തോടെ സ്വീകരിച്ച വ്യക്തിയാണ് മോനിക്ക പുണ്യവതി. ഇവരുടെ മാനസാന്തരത്തിനായി ഈ അമ്മ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും രക്ഷപ്പെട്ട എത്രയോ മക്കളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അവരിലൊരാളാണ് വിശുദ്ധ അഗസ്റ്റീനോസ്. ദൈവസന്നദ്ധിയിൽ ഈ മകനു വേണ്ടി അമ്മ ഒഴുക്കിയ കണ്ണുനീര് 1-2 വർഷമല്ല, നീണ്ട 33 വർഷത്തെ കണ്ണീരിൻ്റെ ഫലമാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ മാനസാന്തര ജീവിതം. ഓ ഈശോയെ, ഞങ്ങൾക്കുമുണ്ട് ഇന്ന് വർഷങ്ങളുടെ ചില കാത്തിരിപ്പുകൾ. പ്രിയപ്പെട്ടവരുടെ മാനസാന്തരത്തിനായി ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, നിൻ്റെ കരുണയൊഴുകി ഇറങ്ങട്ടെ. ഈശോ, എല്ലാ ഹൃദയങ്ങളും ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, പുകവലിയുടെ, മറ്റു പലതരത്തിലുള്ള ദുശീലങ്ങളുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾ ഈ സമയം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ കരുണയൊഴുകി ഇറങ്ങട്ടെ. ഇത്തരത്തിലുള്ള തിന്മകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിക്കുന്ന ആത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ അവകാശവും അധികാരവുമുള്ള ആത്മാവേ, ഈ സമയം എല്ലാ മക്കളെയും നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവിശ്വാസമില്ലാതെ, ദൈവഭയമില്ലാതെ, ദൈവത്തെ ധിക്കരിച്ചു പഴിച്ചും കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യാക്കോബ് സ്ലിഹായിലൂടെ അവിടുന്ന് ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ എന്ന്. ഈശോയെ, നിൻ്റെ മക്കളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗം തുറന്ന് നീ ഇറങ്ങി വരണം ഈശോ. ഈ മക്കളുടെ അരികിലേക്ക് നീ ഇറങ്ങി വരണം ഈശോ. നീ ഒന്ന് തൊട്ടാൽ മതി ഈശോ, നീ ഒന്ന് തൊട്ടാൽ മതി. കരുണയോടെ ഒന്ന് നോക്കിയാൽ മതി ഈശോ. ഇപ്പം നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഈശോ നീ ഒന്ന് കരുണയോട് നോക്കിയാൽ മതി ഈശോ. അവരിലൊരു മാറ്റമുണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ. എൻ്റെ വിശ്വാസി സമയം ഞാൻ ഏറ്റു പറഞ്ഞവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരം ആഗ്രഹിക്കുന്ന ഓരോ മക്കളെയും കർത്താവേ സമയം നീ തൊടണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. ഈശോയെ, ഇറങ്ങി വാ ഈശോ ഈ മക്കളുടെ അരികിലേക്ക്. ഈശോയെ, നീ ഒന്ന് കടന്നു വാ. ഈ മക്കളുടെ കണ്ണുനീര്, വർഷങ്ങളായുള്ള ഇവരുടെ പ്രാർത്ഥന, ഇവരുടെ സഹനം, ഇവരേറ്റെടുക്കുന്ന വേദന ഈശോ കണ്ടില്ലെന്ന് നടിക്കരുതേ. കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ്യം തേടി ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മ ഈശോയുമായി ഓരോ കുടുംബങ്ങളിലേക്കും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ അരികിലേക്കും ഈശോ അമ്മ ഈശോയുമായി കടന്നു ചെല്ലണമേ. അവരുടെ കണ്ണുനീരിനെ അമ്മ ഒപ്പിയെടുക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഈ സമയം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മക്കളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ആരോരുമില്ല മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ
ശ്രീശുനാഥ പൊന്നുനാഥ